ഹേ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓപ്പോ F21 പ്രോനെ കുറിച്ചാണ്. സോ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡാണ്. സോ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ഈ മൊബൈൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓപ്പോ F21 Pro 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സൺസെറ്റ് ഓറഞ്ച്, റെയിൻബോ സ്പെക്ട്രം, പിന്നെ കോസ്മിക് ബ്ലാക്ക്. ഓപ്പോ F21 Pro 4G വേരിയൻ്റ് ഉണ്ട്, 5G വേരിയൻ്റ് ഉണ്ട്. 4G വേരിയൻറ്റിന് 21,990യും 5G വേരിയൻറ്റിന് 25,990 ആണ് പ്രൈസ് വരുന്നത്. ഈ കാണുന്നതാണ് ഓപ്പോ F21 പ്രോൻ്റെ ബോക്സ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് യൂണീക്ക് ഫീച്ചേഴ്സ് പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വായിച്ചു തരാം. ആദ്യത്തേത് അൾട്രാ സെൻസിങ് സെൽഫി വിത്ത് IMX709, പിന്നെ ബ്രോക്കെ ഫ്ലെയർ പോർട്രേറ്റ്, പിന്നെ 33 വാട്ട് സൂപ്പർ വോൾ ഫാസ്റ്റ് ചാർജിങ്, 4500 mAh ലാർജ് ബാറ്ററി, പിന്നെ നമുക്ക് 8GB റാമിൻ്റെ കൂടെ റാം എക്സ്പാൻഷൻ്റെ ഓപ്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് ഫൈനലി മൈക്രോ ലെൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മുടെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ മോഡലിൻ്റെ കളർ കാണാം, സൺസെറ്റ് ഓറഞ്ച്. പിന്നെ നമുക്ക് 8GB റാമും 128GB ഇൻറ്റർണലാണ് വരുന്നത്. നമുക്ക് റിയർ ക്യാമറ സെറ്റപ്പ് ട്രിപ്പിൾ ക്യാമറയാണ്, 64MP + 2MP + 2MP. പിന്നെ ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സലാണ്. വെയ്റ്റ് 175 ആണ് വരുന്നത്. പിന്നെ ഡയമെൻഷൻസ് വരുന്നത് 159.9 mm ലെങ്ത്ത്, 73.2 mm വിഡ്ത്ത്, പിന്നെ 7.5 mm തിക്നെസ്. F21 പ്രോന് 4500 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ MRP ഇട്ടിരിക്കുന്നത് 27,999 ആണ്. നമുക്കിനി ഫോൺ അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു കവർ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബോക്സാണുള്ളത്. ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഒരു ചെറിയൊരു കേസ് ഉണ്ട്. ആ കേസിൻ്റെ ഉള്ളിൽ നമുക്ക് മൊബൈലിൻ്റെ ബാക്ക് കവർ കാണാം. പിന്നെ നമുക്ക് യൂസർ മാനുവലാണ് ഉള്ളത്. നമുക്ക് ബാക്ക് കവർ നല്ല ട്രാൻസ്പാരൻ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ ഡ്യൂറബിളും ആണ്. പിന്നെ നമുക്ക് അടുത്ത് ഫോൺ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ഓപ്പോ F21 Pro. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരണതെന്ന് വെച്ചാൽ സിം ഇജക്ടർ ട്രേ ഉണ്ട്. പിന്നെ നമുക്കിവിടെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു USB പോർട്ട് ഉണ്ട്. നമുക്ക് സാധാരണ ഫോൺസിനൊന്നും ഇപ്പോൾ അഡാപ്റ്റർ കൊടുക്കണില്ല. നേരെ മറിച്ച് ഈ ഓപ്പോ F21 Pro നമുക്ക് 33 വാട്ടിന് തന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ കേബിൾ ഇവിടെ വരുന്നുണ്ട്. കേബിളിൽ നമുക്ക് ഒരു സൈഡ് നോർമൽ USB-A ടൈപ്പും മറ്റേ സൈഡ് USB-C ടൈപ്പും തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഫോണിനെ കുറിച്ച് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഓപ്പോ F21 Pro. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പാരൻറ്റ് കവർ വരുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഊരി കളയാം. സോ ഇനി നമുക്ക് ആ ട്രാൻസ്പാരൻറ്റ് കേസിൽ ഇട്ട് നോക്കാം. ട്രാൻസ്പാരൻറ്റ് കേസിൽ ഇടുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, എന്നാലും പെർഫെക്റ്റ് ഫിറ്റാണ്. നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഇത്. കേസിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ ചാർജർ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഓപ്പോ F21 പ്രോന് 6.43 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ റെസൊല്യൂഷൻ 1080x2400 ആണ്. നമുക്ക് 90 Hz സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 409 ppi ആണ് വരുന്നത്. ബ്രൈറ്റ്നസ് വരുന്നത് 430 to 600 nits ആണ്. അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 800 nits വരെ കയറാം. അതുപോലെ തന്നെ ഫ്രണ്ട് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. നമുക്ക് ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിൽ Fibreglass-Leather ബാക്ക് പാനൽ വരുന്നത്. അത് നമ്മുടെ ഫോൺ കുറച്ചും കൂടിയും തിന്നർ ആൻഡ് ലൈറ്റർ ആക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ബോക്സി ഡിസൈനാണ്, നമ്മുടെ ഐഫോൺ പോലെ സിമിലർ ഡിസൈനാണ്. നമുക്കിവിടെ ഫോണിന് സിൽവർ എഡ്ജസ് ആണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വോളിയം റോക്കറും സിം ഇജക്ടർ ട്രേയും ഉണ്ട്. മുകളിൽ നമുക്ക് മൈക്രോഫോൺ വരുന്നുണ്ട്. അടിയിൽ നമുക്ക് 3.5 mm ജാക്ക്, മൈക്രോഫോൺ, USB-C ടൈപ്പ്, പിന്നെ സ്പീക്കേഴ്സ് കാണാം. പിന്നെ നമുക്ക് ഈ ഫോണിന് കമ്പനി തന്നെ ഡിഫോൾട്ട് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ കൊടുത്തിട്ടാണ് വരുന്നത്. മുകളിൽ നമുക്ക് സെൻറ്ററിൽ റിസീവർ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 32 മെഗാപിക്സൽ വൈഡ് ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. എപ്പർച്ചർ വരുന്നത് 2.4 ആണ്. നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് 1080p at 30 fps വരെ സപ്പോർട്ടഡ് ആണ്. ബാക്ക് സൈഡിൽ നമുക്കൊരു റെക്ടാങ്കുലർ ഷേപ്പിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. അതിൽ സെക്കൻഡറി ക്യാമറയുടെ ചുറ്റും നമുക്കൊരു LED റിംഗ് ലൈറ്റ് കാണാൻ പറ്റും. നമുക്കിവിടെ ആദ്യം തന്നെ 64 മെഗാപിക്സൽ വൈഡ് പ്രൈമറി ക്യാമറ ഉണ്ട് വിത്ത് 1.7 എപ്പർച്ചർ. പിന്നെ നമുക്ക് 2 മെഗാപിക്സൽ ഡെപ്ത് ക്യാമറ ഉണ്ട് വിത്ത് 2.4 എപ്പർച്ചർ. പിന്നെ ഫൈനലി നമുക്ക് 2 മെഗാപിക്സലിൻ്റെ മൈക്രോസ്കോപ്പിക് ക്യാമറ ഉണ്ട് വിത്ത് 3.3 എപ്പർച്ചർ. പിന്നെ ഫൈനലി നമുക്കിവിടെ LED ഫ്ലാഷും വരുന്നുണ്ട്. സോ ഇനി നമുക്ക് ഫോണൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ഒക്കെ നോർമൽ ചെയ്യണ പോലെ പവർ ബട്ടൺ അമർത്തി പിടിച്ചാൽ മതി. പക്ഷേ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്യണതിൻ്റെ ഓപ്ഷൻസ് വരണമെങ്കിൽ നമുക്ക് വോളിയം റോക്കർ ഡൗണും അതേപോലെ തന്നെ പവർ ബട്ടനും ഒരേ സമയത്ത് അമർത്തി പിടിക്കണം. ഓപ്പോ F21 പ്രോന് നമുക്ക് ഡുവൽ സിം ആണ് വരുന്നത്. പിന്നെ നമുക്ക് IPX4 വാട്ടർ റെസിസ്റ്റൻറ്റും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒപ്റ്റിക്കൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. സോ നമുക്ക് ഫോൺ ഇവിടെ സ്വിച്ച് ഓൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് അപ്പ് ചെയ്യാം. സോ നമുക്ക് ഇതാണ് നമ്മുടെ ഓപ്പോ F21 പ്രോൻ്റെ ഹോം സ്ക്രീൻ വരുന്നത്. നമുക്ക് സ്വൈപ്പ് അപ്പ് ഇവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ലിസ്റ്റ് വരും. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ നമുക്ക് ഗൂഗിളിൻ്റെ ന്യൂസ് ഫീഡ് കാണാം.
പിന്നെ നമുക്ക് ഹോം സ്ക്രീൻ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യം തന്നെ ഉള്ളത് ലേഔട്ടാണ്. ലേഔട്ടിൽ നമുക്ക് ഡിഫറെൻറ്റ് ലേഔട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസിഷൻസ് ഉണ്ട്. ഗ്രിഡ്, ക്യൂബ്, ഫ്ലിപ്പ് അങ്ങനെ പല ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നോർമലുള്ള സെറ്റിങ്സ് മോഡിൽ കാണാൻ പറ്റും. അതായത് ഹോം സ്ക്രീൻ മോഡ്, നമുക്ക് ഐക്കൺ പുൾ ഡൗൺ ഗസ്റ്റർ, ഷോ ആപ്പ് സജഷൻ, പിന്നെ നമുക്ക് റീസെൻറ്റ് ടാസ്ക് മാനേജർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. അടുത്ത് നമുക്ക് ഇവിടെ ഡിഫോൾട്ടായിട്ട് കുറച്ച് ആപ്സ് കാണാൻ പറ്റും. ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, നെറ്റ്ഫ്ലിക്സ് അങ്ങനെ. പിന്നെ നമുക്ക് ഇതാണ് നോട്ടിഫിക്കേഷൻ പാനൽ വരുന്നത്. നോട്ടിഫിക്കേഷൻ പാനൽ നമുക്ക് നോർമൽ സെറ്റിങ്സ് തന്നെ കാണാം. പിന്നെ നമുക്ക് പവർ സേവിംഗ് മോഡ്, സ്ക്രീൻ റെക്കോർഡിംഗ്, ഹോട്ട്സ്പോട്ട് അങ്ങനത്തെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ഓപ്പോ ഷെയർ, നിയർ ബൈ ഷെയർ, സ്ക്രീൻ കാസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്തത് ഡാർക്ക് മോഡ് തീരുമാനമുള്ളത്. നമുക്ക് ലൈറ്റ് മോഡിലാണെങ്കിൽ വൈറ്റും ഗ്രീനാണ് കളർ കോമ്പിനേഷൻ വരുന്നത്. ഡാർക്ക് മോഡിലാണെങ്കിൽ ബ്ലാക്കും ഗ്രീനാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ കുറച്ച് സജഷൻസ് കാണാൻ പറ്റും. അതായത് ബ്രീത്തിങ് ലൈറ്റ്, ഫ്ലെക്സിബിൾ വിൻഡോസ്, ക്വിക്ക് ലോഞ്ച്, വൺ ഹാൻഡ് മോഡ് അങ്ങനെ കുറച്ചെണ്ണം. പിന്നെ ഏറ്റവും അടിയിൽ അബൌട്ട് ഫോണിൽ നമുക്ക് ആദ്യം തന്നെ ഡിവൈസ് നെയിം കാണാൻ പറ്റും. ഓപ്പോ F21 Pro. പിന്നെ സ്റ്റോറേജ് 128 GB കാണാം. പ്രൊസസ്സർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 680 ഒക്ടാ കോർ എന്ന് കാണാൻ പറ്റും. പിന്നെ നമുക്കടുത്ത് കളർ ഓയിസ് വേർഷനാണ്, അത് 12.1 ആണ് വരുന്നത്. പിന്നെ നമുക്ക് റാം ഇവിടെ 8 GB കാണാൻ പറ്റും. അതേപോലെ ഇവിടെ റാം എക്സ്പാൻഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എക്സ്പാൻഡബിൾ ബൈ 2 GB, 3 GB, 5 GB വരെ പറ്റും. അത് നമ്മുടെ ഇൻറ്റർണൽ മെമ്മറിയിൽ നിന്നാണ് അത് റാം വലിക്കുക. പിന്നെ നമുക്ക് അടുത്തത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വേർഷനാണ്. ആൻഡ്രോയിഡ് വേർഷൻ ഇപ്പോൾ കറൻ്റ്ലി ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. അത് നമുക്ക് ലാസ്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ് 5th മാർച്ചാണ് വന്നത്. പിന്നെ നമുക്ക് വേർഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് ബിൽഡിംഗ് നമ്പർ 7 വട്ടം ടാപ്പ് ചെയ്യാം. സോ നമുക്ക് ഡെവലപ്പർ മോഡ് ഇങ്ങനെ ഓണായി വരും. ഇനി നമുക്ക് അടുത്തത് സിസ്റ്റം സെറ്റിംഗ്സ് ആണ് വരുന്നത്. അതിൽ നമുക്ക് നോർമൽ സെറ്റിംഗ്സ് തന്നെയാണ്. ഡേറ്റ് ആൻഡ് ടൈം, കീബോർഡ്, ആക്സസിബിലിറ്റി, ഗസ്റ്റർ സെറ്റിംഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം അതിൽ. പിന്നെ നമുക്ക് അടുത്ത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫീച്ചർ ഫ്ലെക്സിബിൾ വിൻഡോസ് ആണ്. സോ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ബട്ടൺ ഫ്രീ മോഡ് ഉണ്ട്, ക്വിക്ക് ഹൈഡ് വിൻഡോ ഇൻ ഗെയിം ഉണ്ട്. അത് രണ്ടും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോ കൺട്രോൾ ബട്ടൺസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നമുക്ക് അതിൻ്റെ അടിയിൽ ട്യൂട്ടോറിയൽസ് കാണാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യൂ ചെയ്യാം. ഫസ്റ്റത്തെ ട്യൂട്ടോറിയൽ ഓപ്പൺ ഫ്രം സ്മാർട്ട് സ്ലൈഡ് ബാർ, പിന്നെ റീസൈസ് എ വിൻഡോ, മിനി വിൻഡോ, ക്വിക്ക്ലി ഹൈഡ് എ വിൻഡോ, ഷെയർ ഫയൽസ്, സ്വിച്ച് ടു സ്പ്ലിറ്റ് സ്ക്രീൻ, ഇതൊക്കെയാണ് ഉള്ളത്. ഇനി അടുത്ത സിമ്പിൾ മോഡാണ്. സിമ്പിൾ മോഡിൽ നമുക്ക് ബിഗ്ഗർ ഫോൺ സൈസും ആപ്പ് ഐക്കൺസും ഉണ്ടാവും. പിന്നെ നമുക്ക് ലൗഡർ നോട്ടിഫിക്കേഷൻസും ഉണ്ടാവും. പിന്നെ നമുക്ക് അടുത്ത് സ്കിഡ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് സ്മാർട്ട് സ്ലൈഡ് ബാർ ഉണ്ട്. നമുക്കത് എനേബിൾ ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ റെക്കമെൻഡേഷൻസ് കാണാം. ഫ്ലോട്ടിംഗ് ബാർസ് ഒക്കെയാണ് പിന്നെ അതിൽ ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് പിന്നെ ക്വിക്ക് ലോഞ്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീനിൽ നിന്ന് ഫിംഗർ പ്രിൻറ്റ് വിടാണ്ട് അമർത്തി പിടിക്കുക. എന്നിട്ട് ആപ്പ് ഐക്കൺസ് ഷോ ചെയ്യുമ്പോൾ നമ്മൾ ആപ്പിൻ്റെ മേലെ വെച്ച് വിടുകയാണെങ്കിൽ നമുക്ക് ആ ആപ്പ് ഡയറക്റ്റ്ലി ലോഞ്ച് ആവും. അടുത്ത് നമുക്ക് ക്വിക്ക് റിട്ടേൺ ആണുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനേബിൾ ചെയ്യുക, പിന്നെ സപ്പോർട്ടഡ് ആപ്സ് ഉണ്ട്, പിന്നെ ഹൗ ടു യൂസ് ആണുള്ളത്. ഹൗ ടു യൂസിൽ നമുക്ക് ഗോ ബാക്ക് ടു ആൻ ആപ്പ്, എക്സ്പാൻഡ് ഓർ കൊളാപ്സ്, മൂവ് പൊസിഷൻ, ഹൈഡ് ടെമ്പററിലി, പിന്നെ പിൻ ഓർ അൺപിൻ ആണുള്ളത്. പിന്നെ ഇനി നമുക്ക് അടുത്ത് ബാക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ആണുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോക്ക് സ്ക്രീൻ പാസ്വേഡ്, ഫിംഗർ പ്രിൻറ്റ്, ഫേസ്, പിന്നെ പ്രൈവസി പാസ്വേഡ്, ഇതൊക്കെയാണുള്ളത്. ഇനി അടുത്തത് നമുക്ക് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഉണ്ട്. അതിൽ നോർമൽ ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെ. അതിൻ്റെ അടിയിൽ നമുക്ക് റിയൽ സൗണ്ട് ടെക്നോളജി ഉണ്ട്. അതിൽ നമുക്ക് 4 ഓപ്ഷൻസിലേക്ക് മാറ്റാൻ പറ്റും. സ്മാർട്ട്, മൂവി, ഗെയിം, മ്യൂസിക്. പിന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ അഡ്വാൻസ് സെറ്റിങ്സ് ഉണ്ട്. അത് നമുക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വോളിയം ബട്ടൺ ഫംഗ്ഷൻ മാറ്റാം, ഡിഫോൾട്ട് റെക്കോർഡർ ഉണ്ട്, ഇൻ ഇയർ മോണിറ്ററിംഗ് ഉണ്ട്, ഇതൊക്കെയാണുള്ളത്. അടുത്ത നമുക്ക് പേഴ്സണലൈസേഷൻസ് ആണ്. അതിൽ നമുക്ക് വാൾപേപ്പർ, തീംസ്, പിന്നെ ഐക്കൺസ് ആണ്. ഐക്കൺസ് നമുക്ക് ഐക്കണിൻ്റെ സൈസ് മാറ്റാൻ പറ്റും, നെയിം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ക്വിക്ക് സെറ്റിങ്സ് ഉണ്ട്. അതിൽ നമുക്ക് വിൻഡോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഐക്കൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് യൂസർ ഇൻ്റർഫേസിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ആനിമേഷൻ ഉണ്ട്. നമുക്ക് 8 ടൈപ്പ് ആനിമേഷനാണ് ടോട്ടലുള്ളത്. നമുക്കതിൽ ഏതാണ് ഇഷ്ടമുള്ളത് അതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് ലൈറ്റിംഗ് ആണ്. നമുക്ക് 3 കളേഴ്സാണ് വരുന്നത്. ഒന്ന് റെഡ്, പിന്നെ ഒന്ന് ബ്ലൂ, പിന്നെ ഒന്ന് ഫൈനലി ഒരു ഗോൾഡൻ കളർ. നമുക്കിതിൽ ഏതാ ഇഷ്ടമുള്ളത് അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അതിൽ ഒന്നും ഇല്ലാത്ത ഓപ്ഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ലൈറ്റ് ആണ്. നമുക്ക് ഈ ബ്രീത്തിങ് ലൈറ്റ് വേണമെങ്കിൽ എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അത് ആ റിംഗ് ലൈറ്റിൻ്റെ ഓപ്ഷനാണ്. നമുക്കതിൽ ഇൻഎഫക്റ്റഡ് ടൈം സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓൾവേസ് ഓൺ വൈൽ ചാർജിങ് ഉണ്ട്. പിന്നെ ക്വിക്ക്ലി ബ്ലിങ്ക് ചെയ്യും അല്ലെങ്കിൽ സ്ലോലി ബ്ലിങ്ക് ചെയ്യും നോട്ടിഫിക്കേഷൻസ് വന്നാൽ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലോക്കിൻ്റെ സ്റ്റൈല് അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ ലേഔട്ട് എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഫൈനലി ഉള്ളത് നമുക്ക് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ നോർമൽ ഡിസ്പ്ലേ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്ക്രീൻ കളർ മോഡ് കാണാം. അത് നമുക്ക് വിവിഡ് അല്ലെങ്കിൽ നാച്ചുറൽ ആക്കാം. പിന്നെ നമുക്ക് വാം അല്ലെങ്കിൽ കോൾഡിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ അടുത്ത് നമുക്കുള്ളത് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്.
പിന്നെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് ഉണ്ട്. സ്ക്രീൻ റീഫ്രഷ് റേറ്റാണ് നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹൈയിലേക്ക് മാറ്റുക. അതിൽ നമ്മൾ ഹൈയിലാണെങ്കിൽ 90 ഹെർട്സ് റീഫ്രഷ് റേറ്റിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഫൈനലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ ക്യാമറ നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ വെച്ച് ഹൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ആപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആപ്പ് ആക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മുകളിൽ കാണുന്ന പോലെ ബസ്സിലും വെക്കാം. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഡിസ്പ്ലേ ബൈ ആപ്പിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അത് നമ്മൾ ഓട്ടോ സെറ്റിങ്സിലാണ് നോർമലി കിടക്കുക. ഇനി നമുക്ക് അടുത്തത് ഫാസ്റ്റ് ചാർജിങ് നോക്കാം. ഞാനിവിടെ ചാർജർ ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ സൂപ്പർ വോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത് ക്യാമറയിലേക്ക് പോകാം. ക്യാമറയിൽ നമുക്ക് ആദ്യം തന്നെ ഫോട്ടോ മോഡാണ് ഉള്ളത്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഫ്ലാഷിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഫ്ലാഷ് ഓഫ് ആക്കാം, ഓൺ ചെയ്യാം, ഓട്ടോ ഫ്ലാഷ് ഇടാം. പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് എല്ലാ സമയം ഓൺ ആവും. അത് ഫിൽ ലൈറ്റിൻ്റെ ഓപ്ഷനാണ്. പിന്നെ നമുക്ക് HDR ഉണ്ട്, അത് നമുക്ക് HDR ഓൺ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഓട്ടോ HDR ഉണ്ട്. പിന്നെ നമുക്ക് AI ആണ്, AI സീൻ എൻഹാൻസ്മെൻറ്റ് ഓണും ഓഫും ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ 64 MP ക്യാമറ ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് പിന്നെ ഫൈനലി അടിയിൽ നമുക്ക് സൂം ലെവലുണ്ട്. 1x, 2x, 5x, 10x ഇതൊക്കെയാണ് സൂം ലെവൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോട്ടോൻ്റെയും വീഡിയോൻ്റെയും പ്രിവ്യൂ ഞാൻ വീഡിയോയുടെ അവസാനം ഇടുന്നതായിരിക്കും. സോ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണുക. ഇനി റൈറ്റ് സൈഡിൽ അടിയിലത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് റീടച്ചിൻ്റെ ഓപ്ഷൻ കാണാം. അത് നമുക്ക് ഇവിടെ മീറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത് ഫിൽറ്ററിൻ്റെ ഓപ്ഷനാണ്. അതിൽ നമുക്ക് നാച്ചുറൽ, സ്വീറ്റ്, ക്യാൻഡി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് ഗൂഗിൾ ലെൻസ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ റൈറ്റ് സൈഡിൽ മുകളിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈമറിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആസ്പെക്ട് റേഷ്യോ ഉണ്ട്, 1:1, 4:3, 16:9 ഫുള്ള്. പിന്നെ നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യം തന്നെ വാട്ടർമാർക്ക് ഉണ്ട്, ഗ്രിഡ് ആൻഡ് ഗൈഡ്സ് ഉണ്ട്, ലെവലുണ്ട്, ഷട്ടർ സൗണ്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഗ്രിഡ് ആൻഡ് ഗൈഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്രിഡ് ഉണ്ട്, ഡയഗണൽ ലൈൻസ് ഉണ്ട്, പിന്നെ ഗോൾഡൻ സ്പൈറലും ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ഫ്ലിപ്പ് സെൽഫി, ലൊക്കേഷൻ, ഷൂട്ടിംഗ് മെത്തേഡ്സ്, പിന്നെ ഹൈ എഫിഷ്യൻസി വീഡിയോ, വോളിയം ബട്ടൺ ആക്ഷൻ, ക്വിക്ക് ആക്ഷൻ, ഷോ ഡേർട്ടി ലെങ്സ് വാർണിംഗ് ഇതൊക്കെയാണ് ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് പോർട്രേറ്റ് മോഡാണ് വരുന്നത്. പോർട്രേറ്റ് മോഡിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ടൈമർ ഉണ്ട്, റൈറ്റ് സൈഡിൽ അടിയിലായിട്ട് നമുക്ക് ഫിൽറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് അതിൽ റീടച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ നമുക്ക് മീറ്ററിൽ മാറ്റാനും പറ്റും. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എപ്പർച്ചർ നമുക്ക് വീക്ക് അല്ലെങ്കിൽ സ്ട്രോങ്ങിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യാൻ പറ്റുക. അടുത്ത നമുക്ക് വീഡിയോ ആണ്. വീഡിയോയിൽ മുകളിൽ സെൻറ്ററിലായിട്ട് നമുക്ക് 180p അല്ലെങ്കിൽ 720p റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ഫ്ലാഷ് നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ നമുക്ക് സൂം ലെവലുണ്ട്. സൂം ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1x, 2x, 5x and 10x ആണ് സൂം ലെവൽ വീഡിയോയിലും വരുന്നത്. പിന്നെ നമുക്ക് ഫൈനലി നൈറ്റ് മോഡ് ഉണ്ട്. നൈറ്റ് മോഡിൽ നമുക്ക് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ടൈമർ ഉണ്ട്. സെൻറ്ററിലായിട്ട് നമുക്ക് ആസ്പെക്ട് റേഷ്യോ ഉണ്ട്, 1:1, 4:3, 16:9 പിന്നെ ഫുള്ള്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് മോറാണ്. മോഡിൽ നമുക്ക് ആദ്യം തന്നെ പ്രോ മോഡ് വരുന്നുണ്ട്. പ്രോ മോഡ് നമ്മൾ സാധാരണ കാണുന്ന പോലെ ISO, എപ്പർച്ചർ, സൂം ലെവൽസ് എല്ലാം നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മോറിൽ അടുത്തത് വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ HD ആണ്. അതിൽ നമുക്ക് എക്സ്ട്രാ HDയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതിൽ നമുക്ക് സൂം ലെവൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻസ് പനോരമ, സ്ലോമോ, ടൈം ലാപ്സ്, മൈക്രോസ്കോപ്പ്, പിന്നെ നമുക്ക് സ്റ്റിക്കറും ടെക്സ്റ്റ് സ്കാനറാണ് വരുന്നത്. അതിൽ നമുക്ക് മൈക്രോസ്കോപ്പ് ഓൺ ചെയ്ത് നോക്കാം. മൈക്രോസ്കോപ്പ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ നല്ല അടുത്തേക്ക് കൊണ്ടുവരണം, എന്നാലേ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുള്ളൂ. സോ ഞാൻ എൻ്റെ വിരൽ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാണാം എത്ര അടുത്തിന്ന് നമുക്ക് കാണാൻ പറ്റണേന്ന്. നമുക്കതിൽ 15x, 30x സൂം ഉണ്ട്. ഞാനിപ്പോൾ 30x ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലത്തെ ഹെയർ കാണിച്ചു തരാം. സോ നമ്മളിവിടെ നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലോസപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൻ്റെ സെൽസ് വരെ കാണാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് മൈക്രോസ്കോപ്പ് ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ റിംഗ് ലൈറ്റ് ഓൺ ആവുന്നത് കാണാം. ആ റിംഗ് ലൈറ്റ് ഓൺ ആവുന്നത് കുറച്ചും കൂടിയും ബെറ്റർ ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല ഉപകാരപ്പെടും. ഇനി നമുക്ക് അടുത്ത് ഫ്രണ്ട് ക്യാമറ നോക്കാം. ഫ്രണ്ട് ക്യാമറ നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. 32 MP ക്വാളിറ്റി നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് വീഡിയോയിലാണെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതേപോലെ നമുക്ക് ഫേസ് ഇങ്ങനെ ട്രാക്ക് ആവുന്നതും കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് കുറച്ച് ഫോട്ടോവും വീഡിയോ സാമ്പിൾസും കാണാം. സോ ഇവിടെ ആദ്യം തന്നെ 32 MP ഫ്രണ്ട് ക്യാമറ സെൽഫി കാണാം. പിന്നെ അടുത്ത് നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോ ആണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത് ഡിഫറെൻറ്റ് സൂം ലെവൽസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ 1x സൂമും റൈറ്റ് സൈഡിൽ 2x സൂമാണ്. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 5x സൂമും റൈറ്റ് സൈഡിൽ 10x സൂമും കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഫൈനലി നമുക്കൊരു വീഡിയോ സാമ്പിൾ കാണാം. 180p 30 ഫ്രെയിംസിൽ നമ്മൾ റിയർ ക്യാമറയിൽ നിന്ന് എടുത്ത വീഡിയോ സാമ്പിളാണിത്. സോ ഇതൊക്കെയാണ് Oppo F21 Proനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ വേണൂസിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് ഈ ഫോൺ വാങ്ങിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ അടിയിൽ കമൻറ്റ് ബോക്സിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.